നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഗീ റോസ്റ്റ് ചിക്കൻ ആണ്. ആദ്യം തന്നെ ഒരു അല്പം വാളംപുളി എടുത്ത് വെള്ളത്തിലിടാണ്. അത് ശരിക്കും നമ്മൾ കുരുവൊക്കെ ശരിക്കും ഒഴിവാക്കി നല്ല രീതിയിൽ നമ്മൾ ഞെക്കി പിഴിഞ്ഞ് അത് വെള്ളമൊഴിച്ച് അതൊക്കെ മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മൾ അതിൻ്റെ മസാലയാണ് ആദ്യം തയ്യാറാക്കുന്നത്. അതിനായിട്ട് 1 ടേബിൾ സ്പൂണോളം മല്ലി, കാശ്മീരി മുളക് ഒരു 5 എണ്ണം, സാദാ മുളക് ഒരു 3 എണ്ണം, കുരുമുളക്, അതിലേക്ക് ജീരകം, പെരിഞ്ജീരകം, ഉലുവ, ഇത്രയും നമ്മളിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ ചൂടായിട്ട് വരും. അപ്പോൾ നമ്മളിതിൽ മുളക് ചേർക്കുന്നത് കാശ്മീരി മുളകാണ് നമ്മൾ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സാധാ മുളക് കൂടുതൽ ചേർത്താൽ നല്ല സ്പൈസി ആയിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് കൂടി ചേർക്കാം, അത് നമ്മുടെ ഇഷ്ടത്തിന്. പക്ഷേ പേസ്റ്റ് ചെയ്ത് കിട്ടുമ്പോൾ ആ ഒരു ഓയിലായിട്ടുള്ള കൺസിസ്റ്റൻസി എല്ലാം വരുമ്പോൾ എപ്പോഴും കാശ്മീരി മുളക് പേസ്റ്റ് ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. ഇനി നമ്മൾ ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ട് ഇത് നല്ല രീതിയിൽ ഫൈൻ പേസ്റ്റ് ആയിട്ട് എടുക്കുകയാണ്. അതിലേക്ക് നമ്മളിപ്പോൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിട്ടുള്ള വാളംപൊടി അല്പം ഒഴിച്ചു കൊടുത്തു. തൈര് 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തു. പുളിയില്ലാത്തതും കട്ടയായിട്ടുള്ള തൈരാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കണേ. അത് നമ്മൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തു. ഇനി നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള 250 ഗ്രാമോളം ചിക്കനിലേക്ക്, ഒട്ടും വെള്ളമില്ലാത്ത ചിക്കനിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം തൈര്, 1/4 ടേബിൾ സ്പൂണോളം ഉപ്പ്, ജീരകത്തിൻ്റെ പൊടി അല്പം കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള മഞ്ഞൾപ്പൊടിയോ തൈരോ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ നമ്മുടെ ഈ ചിക്കനിൽ ഇപ്പോൾ നമുക്ക് വളരെ ചെറിയ പീസാണെന്ന് പെട്ടെന്ന് കുക്കാവാനൊക്കെ ഒരുപാട് ഉപകാരപ്പെടും. നമ്മൾ ബോൺലെസ് പീസ് എടുത്താലും വളരെ പെട്ടെന്ന് റെഡി ആയി കിട്ടും. നമ്മൾ കുറച്ച് ബോൺലെസ് പീസും വിത്ത് ബോൺ പീസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നെയ്യ്, ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് നമ്മൾ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് വെളുത്തുള്ളി, ചോപ്പ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, വളരെ ചെറിയ വലുപ്പത്തിലുള്ള ഒരു സവോള ഫൈൻ ചോപ്പ് വെച്ചിട്ടുള്ളത്, അതിലേക്ക് അല്പം കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. നമുക്ക് ഓവറായിട്ട് ഗീയുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമാവാത്തതുകൊണ്ട് നമ്മളൊരല്പം വെജിറ്റബിൾ ഓയിൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും നെയ്യിൽ തന്നെ കുക്കാവേണ്ട ഐറ്റമാണ്. ഇനി ഇതിൻ്റെ മസാല അധികം നമ്മൾ സോട്ടാക്കുന്നില്ല. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, നമ്മൾ മൊത്തം 3 പ്രാവശ്യമായിട്ടാണ് മുളക് പൊടി ഇടുന്നത്. ഒന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇടുന്നുണ്ട്, പിന്നെ മസാല ഇടുമ്പോൾ ഇടുന്നുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ വീണ്ടും ഒനിയൻ സോട്ട് ചെയ്യുമ്പോൾ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ എരിവിൻ്റെ അളവ് അനുസരിച്ച് മാത്രം നമ്മൾ മുളക് പൊടി ചേർക്കുക. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. അത് നമ്മൾ നല്ല രീതിയിൽ വളരെ സ്ലോ ഫയറിൽ മിക്സ് ചെയ്യാണ്. നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ 250 ഗ്രാമോളം ചിക്കൻ ഉണ്ട്. അത് നമ്മൾ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാണ്. ആ ഒനിയനെല്ലാം ശരിക്കും ചിക്കനിലേക്ക് കവറാവുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മൾ ഫൈൻ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കാശ്മീരി മുളകിൻ്റെ എല്ലാം മസാല നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒരല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത്, ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല, വളരെ കുറച്ച് വെള്ളം, ആ ജാറ് ശരിക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടുള്ള വെള്ളം മാത്രമേ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നമ്മൾ അത്യാവശ്യം ഫയർ ഇട്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഈ ചിക്കൻ ഒരു 20 മിനിറ്റോളം നല്ല രീതിയിൽ കുക്കാവേണ്ടതുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ മസാലയെല്ലാം ചിക്കനിലേക്ക് തന്നെ പിടിക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇതിൽ നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ചെയ്യാൻ ചേർത്തിട്ടില്ല, ടൊമാറ്റോ കട്ട് ചെയ്ത് നമ്മൾ ഇട്ടിട്ടില്ല. ഒനിയനിലേക്ക് മസാല ഇട്ടിട്ട് അതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തതും നമ്മളെ മസാല ഇട്ട് കൊടുത്തത്. ഇത് ഒരു 20 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ ചിക്കൻ വെന്ത് വന്നു. ഫിനിഷ് ചെയ്യാൻ നേരത്ത് നമ്മളൊരു അല്പം ശർക്കര, ഒരു നുള്ളു ശർക്കര നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ പുളിയുടെയും ശർക്കരയുടെയൊക്കെ ഒരു ടേസ്റ്റ് അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടും. ആ നെയ്യിൻ്റെ കൂടി ടേസ്റ്റിൽ ഇതൊരു ഭംഗിയായ ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഐറ്റം തന്നെയായിട്ട് ഇത് മാറും. നല്ല സ്പൈസി ഉള്ള ഒരു ഐറ്റമാണത്. അതിൽ കൂടുതൽ നമ്മളിപ്പോൾ മുളക് പൊടിയൊക്കെ 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയുടെ ഒക്കെ ടേസ്റ്റ് വന്നിട്ട് ഫുൾ ആ ചിക്കനിൽ കോട്ടായി നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്യുമ്പോഴത്തോണ്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ തൈരിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി നല്ല പുളിയും എരിവും എല്ലാം ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റുള്ള ആയിട്ടാണ്. ഇത് ഉപ്പെല്ലാം കറക്റ്റ് പാകത്തിനാണ് ഇപ്പോൾ നമ്മുടെ ഇതിൽ ചേർന്നിരിക്കുന്നത്.